ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം. ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം. ഹായ് ഗൈസ്, ഐ എം സഞ്ജയ് ഫ്രം ബീറ്റോറ ഡ്രം സ്പേസ്. ഒരു വരി സംഗീതം എന്ന ഫോമിലാകുന്നത് ആ ഒരു വരി നമ്മുടെ കാതുകൾക്ക് ഇമ്പമുള്ള ശബ്ദത്തിൽ ചേരുമ്പോഴും ആ ശബ്ദം കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ച് കേൾക്കുമ്പോഴുമാണ് നമുക്കതൊരു സംഗീതമായിട്ട് ഫീൽ ചെയ്യുന്നത്. സംഗീതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് ചേരുവകളാണ് ശ്രുതിയും ലയം അഥവാ താളം. ഒരു സംഗീതം അത് നിശ്ചയിച്ചിട്ടുള്ള താളത്തിൽ ക്രമമായി ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ഒരു കേൾവിക്കാരന് ആ ഒരു ശബ്ദത്തെ സംഗീതമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. താളം എന്നത് ചിലർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കഴിവായിരിക്കാം, എന്നാൽ മറ്റു ചിലർക്ക് അത് കുറച്ചു നാളത്തെ പരിശീലനത്തിലൂടെ കൈവരാറുണ്ട്. പല പല മ്യൂസിക്കൽ ഫോംസും, ഉദാഹരണമായിട്ട് കർണാടക സംഗീതമായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും ഫോക്ക് സംഗീതമായാലും വെസ്റ്റേൺ സംഗീതമായാലും ഓരോ സംഗീത രൂപത്തിനും അതിൻ്റേതായിട്ടുള്ള താളങ്ങളുണ്ട്. നമ്മൾ കർണാടക സംഗീതം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സപ്തതാളങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ 7 താളങ്ങളാണ് ഉള്ളത്. ധ്രുവതാളം, മട്യതാളം, രൂപകതാളം, ചമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം. ഇങ്ങനെ 7 തരത്തിലുള്ള താളങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ താളങ്ങൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 5 സബ് ഡിവിഷൻസ് കൂടെ ഉണ്ട്. ആ സബ് ഡിവിഷൻസിനെ നമ്മൾ ജാതികൾ എന്ന് പറയും. ആ ജാതികൾ ഇങ്ങനെയാണ് വരുന്നത്: ചതുരസ്രജാതി, തിസ്രജാതി, മിശ്രജാതി, ഖണ്ഡജാതി, സങ്കീർണജാതി. അങ്ങനെ ഈ 5 ജാതികളും 7 താളങ്ങളും ചേർന്ന് 35 താളങ്ങളാണ് പ്രധാനമായിട്ടും കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചു വരുന്നത്. കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങളായാലും കൃതികളായാലും ഭജൻസ് ആയാലും തില്ലാനകളായാലും മറ്റ് ഏതൊരു സംഗീത രൂപമായാലും ഇവയെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന 35 താളക്രമത്തിനുള്ളിലാണ്. എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് വരുമ്പോഴും അവിടെ അതിൻ്റേതായിട്ടുള്ള താളങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 മുതൽ 108 താളക്രമങ്ങൾ വരെ ഹിന്ദുസ്ഥാനിയിൽ ഉണ്ടെങ്കിലും അവിടെ പ്രാക്ടിക്കൽ യൂസിന് ഉപയോഗിക്കുന്നത് 10 മുതൽ 15 വരെ താളങ്ങളാണ്. അവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട താളങ്ങളുടെ പേരുകളാണ് തീൻ താൾ, അതുപോലെ തന്നെ ജപ് താൾ, ഏക് താൾ, രൂപക് താൾ, ദാദ്ര, കെ ഹാർവ തുടങ്ങിയിട്ടുള്ള താളങ്ങളും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട താളങ്ങളാണ്. നമുക്ക് കർണാടക സംഗീതത്തിലെ താളങ്ങൾ ഏതെന്ന് മനസ്സിലായി, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ താളങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ നിർത്താനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട താളങ്ങളാണ്. ഇവിടെ താളത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പേരുണ്ട്, അതിനെ പറയുന്ന പേരാണ് ടൈം സിഗ്നേച്ചർ. അപ്പോൾ വെസ്റ്റേൺ ടൈം സിഗ്നേച്ചറിന്റെ രീതിയിൽ നമ്മൾ താളത്തെ പറയുകയാണെങ്കിൽ ഒരു ബാറിനുള്ളിൽ വരുന്ന ബീറ്റുകളുടെ എണ്ണം അനുസരിച്ചാണ് ഇവിടെ താളം ക്രമീകരിക്കപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും 2/4, 3/4, 4/4, 5/8, 6/8, 7/8 എന്നീ താളങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 2/4 എന്ന താളം നമ്മൾ പറയേണ്ട രീതി 1-2, 1-2, 1-2. ഇതിനെ മലയാളത്തിൽ ത ക ത ക ത ക എന്ന രീതിയിൽ പറയും. 3/4 എന്ന് പറയുന്ന താളമാണ് നമ്മൾ പറയുന്നതെങ്കിൽ 1-2-3, 1-2-3, 1-2-3 എന്ന രീതിയിലാണ് അത് പറയേണ്ടത്. അതിനെ മലയാളത്തിൽ ത കിട്ട ത കിട്ട ത കിട്ട ത കിട്ട എന്ന രീതിയിൽ അത് ആവർത്തിച്ച് പറയും. 4/4 എന്ന് പറയുന്ന താളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1-2-3-4, 1-2-3-4, 1-2-3-4 എന്ന രീതിയിൽ പറയും. അതിനെ മലയാളത്തിൽ ത ക ദി മി ത ക ദി മി ത ക ദി മി എന്ന് പറയും. 5/8 എന്ന് പറയുന്ന താളമാണ് നമ്മൾ പറയേണ്ടതെങ്കിൽ അത് 1-2-1-2-3, 1-2-1-2-3 അല്ലെങ്കിൽ 1-2-3-4-5, 1-2-3-4-5 എന്ന രീതിയിലും പറയാം. അതല്ലെങ്കിൽ 1-2-3-1-2, 1-2-3-1-2 എന്ന രീതിയിലും പറയാം. ഇതിനെ മലയാളത്തിൽ പറയുമ്പോൾ തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്ന രീതിയിലാണ് പറയുന്നത്. 6/8 എന്ന് പറയുന്ന താളമാണ് നമ്മൾ പറയുന്നതെങ്കിൽ 1-2-3-4-5-6, 1-2-3-4-5-6 എന്ന രീതിയിലും 1-2-1-2-3-4, 1-2-1-2-3-4 എന്ന രീതിയിലും 1-2-3-4-1-2, 1-2-3-4-1-2 എന്ന രീതിയിലും നമുക്ക് 6/8 എന്ന് പറയുന്ന താളം പറയാം. അത് മലയാളത്തിൽ പറയുമ്പോൾ തക്കിട്ട തജ്ജണ്ണു തക്കിട്ട തജ്ജണ്ണു തക്കിട്ട തജ്ജണ്ണു എന്ന് ക്രമമായി ആവർത്തിച്ച് പറയണം. ഇനി അവസാനമായി 7/8 എന്ന് പറയുന്ന താളമാണ് നമ്മൾ പറയുന്നതെങ്കിൽ 1-2-3-1-2-3-4, 1-2-3-1-2-3-4 എന്ന രീതിയിലും
1 2 3 4 5 6 7 1 2 3 4 5 6 7 എന്ന രീതിയിലും 1 2 3 4 1 2 3 1 2 3 4 1 2 3 എന്ന രീതിയിലും 7/8 താളം പറയാം. അത് മലയാളത്തിൽ പറയുമ്പോൾ തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി എന്ന രീതിയിലാണ് അത് പറയേണ്ടത്. അപ്പോൾ 2/4 മുതൽ 7/8 വരെയുള്ള താളങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലായല്ലോ. കർണാടക സംഗീതത്തിൽ അതിൻ്റേതായിട്ടുള്ള ജാതികളും അതിൻ്റേതായിട്ടുള്ള താളങ്ങളും ചേർന്നാണ് അതിനൊരു പേര് പറയുന്നത്. ഇത്രയും പറഞ്ഞ താളങ്ങളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന താളങ്ങൾ. ഇതിന് പുറമെ മറ്റ് പല വിധത്തിലുള്ള താളങ്ങളും വെസ്റ്റേൺ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ടൈം സിഗ്നേച്ചറിൽ 2/4 അല്ലെങ്കിൽ 4/4, 4/8 അല്ലെങ്കിൽ 4/16, 4/32, 4/64 എന്നുള്ള രീതിയിലേക്ക് നമ്പറുകൾ മാറി മാറി വരുന്നത് കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? മുകളിൽ വരുന്ന നമ്പർ, ടൈം സിഗ്നേച്ചറിന്റെ മുകളിൽ വരുന്ന നമ്പർ നമ്മൾ എടുക്കുന്ന താളത്തിന്റെ പാറ്റേണിനെയാണ് നിർണ്ണയിക്കുന്നത്. അവ ഓരോ ബാറിലും അല്ലെങ്കിൽ ഓരോ മെഷറിലും എത്ര ബീറ്റുകളുണ്ടെന്ന് കാണിക്കുന്നു. എന്നാൽ തൊട്ട് താഴെയുള്ള ബോട്ടം നമ്പർ ഒരു ബീറ്റിന് എത്ര നോട്ട് വാല്യൂ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നോട്ട് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബാറിനുള്ളിൽ വരുന്ന നമ്പറുകൾ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്ന് നോക്കിയിട്ടാണ്. ഉദാഹരണമായിട്ട് 4/4 എന്ന് പറയുന്ന ഒരു താളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ കോമൺ ടൈം സിഗ്നേച്ചർ എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലുള്ള 4 എന്ന് പറയുന്ന നമ്പർ ആ ഒരു ബാറിനുള്ളിൽ ഉൾപ്പെടുന്ന 1 2 3 4 എന്ന് പറയുന്ന ബീറ്റുകളുടെ എണ്ണമാണ് കാണിക്കുന്നത്. എന്നാൽ തൊട്ട് താഴെയുള്ള 4 എന്ന് പറയുന്ന അക്കം ആ ഒരു ബീറ്റ് എത്ര തവണ ആവർത്തിച്ച് വരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ 4 ആയതുകൊണ്ട് ഒരു ബാറിൽ 4 തവണയാണ് അത് ആവർത്തിച്ച് വരേണ്ടത്. 4/4 നോട്ടിനെ ക്രോച്ചറ്റ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രോച്ചറ്റ് നോട്ടുകൾ അവ 1 2 3 4 1 2 3 4 1 2 3 4 എന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ 4/8 നോട്ട് വരുമ്പോൾ അത് 8th നോട്ട് അല്ലെങ്കിൽ കൊയ്വേഴ്സ് നോട്ട് എന്ന് പറയും. അപ്പോൾ 8th നോട്ട് അല്ലെങ്കിൽ കൊയ്വേഴ്സ് നോട്ട് പറയേണ്ടത് 1 and 2 and 3 and 4 and എന്ന രീതിയിലാണ്. 4/16 നോട്ടാണെങ്കിൽ അതിനെ അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത് 16th നോട്ട് എന്നാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് സെമി കൊയ്വർ നോട്ട് എന്നാണ്. ഇത് പറയേണ്ടത് 1E and A, 2E and A, 3E and A, 4E and A എന്നാണ് പറയുന്നത്. അതായത് ഒരു ബാറിൽ 16 നോട്ട് വാല്യൂ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ 16th നോട്ട് അല്ലെങ്കിൽ സെമി കൊയ്വർ നോട്ട് എന്ന് പറയുന്നത്. ഇനി പറയുന്ന നോട്ട് അത്രയും കോമൺ അല്ല, പക്ഷേ ചില സംഗീത രൂപങ്ങളിൽ ഈ നോട്ടുകളും ഉപയോഗിക്കുന്നുണ്ട്. 4/32 ഇതിനെ 32nd നോട്ട് എന്ന് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയും. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ഡി സെമി ക്യുവർ നോട്ടുകൾ എന്നാണ് പറയുന്നത്. ഇത് പറയേണ്ട രീതി എന്ന് പറയുന്നത് 16th നോട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 8th നോട്ട് 4 തവണ റിപ്പീറ്റ് ചെയ്യണം. 1E and A, 2E and A, 3E and A, 4E and A എന്ന് പറയുന്ന നോട്ട് പറയുമ്പോൾ അത് 16th നോട്ടാണ്. ഈ 16th നോട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് 32nd നോട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോട്ടുകളുടെ വേഗതയും കൂടിയാണ് വരുന്നത്. അടുത്തത് 4/64 ആണ്. 4/64നെ അമേരിക്കൻ ഇംഗ്ലീഷിൽ 64th നോട്ട് എന്ന് പറയുമെങ്കിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഹെമി ഡെമി സെമി ക്യുവർ നോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ സെമി ഡെമി സെമി ക്യുവർ നോട്ട് എന്നും പറയാറുണ്ട്. അതായത് 4 തവണ 16th നോട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് 64th നോട്ട് ആകുന്നത്. 2/4 എന്ന് പറയുന്ന താളം 1 2 1 2 1 2 എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. കൂടുതലും മാർച്ച് ബാൻഡ് പോലുള്ള മ്യൂസിക്കൽ ഫോം അല്ലെങ്കിൽ മ്യൂസിക്കൽ ബാൻഡുകളിലാണ് 2/4 എന്ന് പറയുന്ന താളം കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഏകദേശം ഒരു 60% ഗാനങ്ങളും 4/4 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറിനുള്ളിൽ വരുന്ന സോങ്ങുകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? 1 2 3 4 1 2 3 4. അപ്പോൾ ഈ ഒരു താളത്തിനകത്ത് വരുന്ന കുറച്ച് സോങ്ങുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഉദാഹരണമായിട്ടാണെങ്കിൽ പ്രമദവനം വീണ്ടും 1 2 3 4 1 പ്രമദവനം വീണ്ടും. ഇത് 4/4 എന്ന് പറയുന്ന താളത്തിൽ വരുന്ന ഒരു സോങ് ആണ്. ഇതുപോലെ ഒരുപാട് സോങ്ങുകൾ വേറെയുണ്ട്. ഹരിമുരളീരവം, ഒരു കിളി പാട്ടുമുളവേ, ഒരു പുഷ്പം മാത്രമൻ, അകലെ അകലെ നീലാകാശം, ആരാധികെ, ആവണിപ്പൊന്നൂഞ്ഞാൽ, 1000 പാദസരങ്ങൾ കിലുങ്ങി, കരയുന്നു പുഴ ചിരിക്കുന്നു, കായാമ്പൂ കണ്ണിൽ വിടരും, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ, പവിഴമഴയെ, മലരെ മൗനമ, കുട്ടനാടൻ കായലിലെ തുടങ്ങിയിട്ടുള്ള പാട്ടുകളെല്ലാം 4/4 എന്ന് പറയുന്ന താളത്തിലാണ് പാടി വരുന്നത്. ഇനി 3/4 എന്ന് പറയുന്ന ഒരു താളമാണ് എടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് പറയേണ്ടത്? 1 2 3 1 2 3 1 2 3 1 2 3 ഈ രീതിയിലാണ് 3/4 ടൈം സിഗ്നേച്ചർ പറയേണ്ടത്.
ഈ ഒരു ടൈം സിഗ്നേച്ചറിൽ വരുന്ന കുറച്ച് പാട്ടുകളൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. 1 2 3 1 2 3 രാജഹംസമേ മഴവിൽ കുടിലിൽ. ഇത് 3/4 എന്ന് പറയുന്ന താളത്തിലാണ് പാടി വെച്ചിരിക്കുന്നത്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. ഇത് 3/4 ആണ്. മൗനം സ്വരമായി, ശ്രാവണചന്ദ്രിക, മന്ദാരച്ചെപ്പുണ്ടോ, ചിരാതുകൾ, ചന്ദനലേപ സുഗന്ധം, അനുരാഗിണി ഇതായൻ, ആരെയും ഭാവഗായകനാക്കും, ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, കണ്ണാന്തുമ്പി പോരാമോ, രാസാത്തി ഉന്ന, മേഘരാഗം നെറുകിൽ തൊട്ടു. 3/4 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറിനുള്ളിൽ വരുന്ന പാട്ടുകളാണ്. 5/8 എന്ന് പറയുന്ന താളത്തിൽ വരുന്ന പാട്ടുകൾ നോക്കാം. 5/8ന്റെ ടൈം സിഗ്നേച്ചർ എങ്ങനെയാ പറയണ്ടേ? 1 2 1 2 3 1 2 1 2 3 തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്നുള്ള രീതിയിലാണ് ആ ഒരു ടൈം സിഗ്നേച്ചർ പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന സോങ്ങുകൾ എങ്ങനെ മനസ്സിലാക്കാം? 1 2 1 2 3 1 2 1 2 3 കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്നിച്ചു. മഴை വരുത് കുടൈ കൊണ്ടുവാ പൂവായി വിരിഞ്ഞു. ഈ പാട്ടും 5/8 എന്ന് പറയുന്ന താളത്തിലാണ്. ഇനി 6/8 എന്ന് പറയുന്ന താളത്തിലുള്ള പാട്ടുകൾ പരിചയപ്പെടാം. എങ്ങനെയാണ് 6/8 ടൈം സിഗ്നേച്ചർ പറയേണ്ടത്? 1 2 1 2 3 4 1 2 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4 5 6 1 2 3 4 5 6. ഈ രീതിയിലാണ് ആ ടൈം സിഗ്നേച്ചർ പറയേണ്ടത്. ദേവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു, ശ്രീരാമനാമം ജപസാരസാഗരം, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തിയുറക്കിമല്ലേ, എന്റെ എല്ലാമല്ലേ, ഓലഞ്ഞാലിക്കുരുവി, കൈതോലപ്പായ വിരിച്ച്, ആറ്റിറമ്പിലെ കൊമ്പിലെ, ചെമ്പരത്തി പൂവേ ചൊല്ല്, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു, നിന്നെ കാണാൻ എന്നെക്കാളും, വരിക്കച്ചക്കയുടെ ചുളകണക്കിന്, താരക പെണ്ണാളെ, ഡിങ്കിരി ഡിങ്കാലെ തുടങ്ങിയിട്ടുള്ള പാട്ടുകളെല്ലാം 6/8 എന്ന് പറയുന്ന താളത്തിനുള്ളിൽ വരുന്ന പാട്ടുകളാണ്. ഇനി നമുക്ക് 7/8 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറിലുള്ള പാട്ടുകളെ പരിശോധിക്കാം. 7/8 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചർ എങ്ങനെയാ പറയണ്ടേ? 1 2 3 1 2 3 4 1 2 3 1 2 3 4 നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ 1 2 3 1 2 ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും അങ്ങകലേ അങ്ങകലേ. ആടുജീവിതം സിനിമയിലെ പെരിയോനെ എന്ന് തുടങ്ങുന്ന ഗാനം, അല്ലിയാമ്പൽ കടവിൽ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി, ഓമന തിങ്കൾക്കിടാവോ, കിഴക്ക് പൂക്കും മുരുക്കിനെന്തൊരു, ഇളം മഞ്ഞിൻ കുളിരുമായൊരു, പൂമാനം പൂത്തുലഞ്ഞു തുടങ്ങിയ ഗാനങ്ങളെല്ലാം 7/8 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറിനുള്ളിൽ വരുന്ന ഗാനങ്ങളാണ്. ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഇത്ര പാട്ടുകൾ മാത്രമല്ല ഈ താളത്തിനുള്ളിൽ വരുന്നത്. ഒരുപാട് പാട്ടുകൾ പല പല ഭാഷകളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം ഏതെല്ലാം താളങ്ങളിലാണ് വരുന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കൂ. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തൂ. നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താം. ഇതിനെ കൂടാതെ 2-3 ടൈം സിഗ്നേച്ചർ ഒരു പാട്ടിൽ തന്നെ വരുന്ന തരത്തിലുള്ള പാട്ടുകളും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നോക്കത്താ ദൂരത്ത് കണ്ണുന്നിട്ട് എന്ന ചിത്രത്തിലെ ലാത്തിരി പൂത്തിരി എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. 6/8 ആ പാട്ട് തുടങ്ങുന്നത്. പിന്നീട് അത് 2/4 എന്ന് പറയുന്ന താളത്തിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞത് 3/4 എന്ന് പറയുന്ന താളത്തിലെത്തിയാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെ ഒരു പാട്ടിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള താളങ്ങൾ ചേർന്ന് വരുന്ന പാട്ടുകളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പാട്ടുകൾ കേൾക്കുക. എല്ലാ ടൈപ്പ് പാട്ടുകളും, അതപ്പോൾ ഏത് ലാംഗ്വേജ് ആയാലും, ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ഉറുദു ആയാലും ഏത് ഭാഷയായാലും നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ എല്ലാ ടൈപ്പ് സോങ്സുകളും എല്ലാ ജോണറിലുള്ള സോങ്സുകളും കേൾക്കുക. പോപ്പ്, റോക്ക്, ലൈവ്, ജാസ്, ബ്ലൂസ്, അതുപോലെ ക്ലാസിക്കൽ, കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, ഫോക്ക് മ്യൂസിക്, എല്ലാ ടൈപ്പ് സോങ്ങുകളും കേട്ട് പഠിക്കുക. ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഏതെല്ലാം ഇൻസ്ട്രുമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം താളത്തിലാണ് ഈ പാട്ടുകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ സോങ്ങുകൾ കേട്ട് പഠിക്കുന്നതിലൂടെ മനസ്സിലാവും. ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.